ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. നമ്മുടെ ആര്യൻ മോൻ മായാമോഹിനിയായി ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുക കിച്ചണിലിരുന്ന്. പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ആര്യൻ മോൻ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുമ്പം ലക്ഷ്മി വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ഇവരുടെ മറ്റേ നോർമൽ ഡ്രസ്സിൽ ഇപ്പം മറ്റേ ടാസ്കിന്റെ ഭാഗമായി മായാമോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ കിലുക്കത്തിലെ രേവതി ചേച്ചി നന്ദിനി തമ്പുരാട്ടിയൊക്കെ ആയിട്ടാണല്ലോ എല്ലാവരും അവിടെ കിടന്ന് കറങ്ങുന്നത് അനിമോളൊക്കെ. അപ്പം ആ ഒരു ഡ്രസ്സിലാണ് ആര്യൻ മോൻ ഇരുന്ന് ചപ്പാത്തി കുഴയ്ക്കുന്നത്. പക്ഷെ പ്രൊമോയിൽ കാണിക്കുന്നത് അവൻ മറ്റേ നോർമൽ ഡ്രസ്സിലൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു മായാമോഹിനി ഡ്രസ്സിലിരുന്ന് ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യുമായിരിക്കും. അതായത് ടാസ്ക് മതി, ഇന്നത്തെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പൊക്കോളാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ആര്യൻ ചിലപ്പോൾ ചപ്പാത്തി അവിടെ ആ ഒരു കുഴച്ചുകൊണ്ടിരുന്ന പാത്രം അവിടെ ഇട്ടിട്ട് നേരെ പോയി ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നപ്പോഴായിരിക്കും നമ്മുടെ ലക്ഷ്മി ചേച്ചി വഴക്ക് തുടങ്ങിയത്. അതായത് ഈ പാത്രം ചപ്പാത്തി കുഴച്ച് മാവ് അങ്ങനെ വെച്ചിട്ട് ഇവൻ മൂടി വെക്കാതെ പോയി. അപ്പൊ അതിന്റെ പേരിലാണ് ലക്ഷ്മി വഴക്കുണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ ഇപ്പൊ ഈ ലൈവില് കാണിക്കുന്ന ഈ ചപ്പാത്തി കുഴയുടെ ബാക്കി പത്രം ആയിരിക്കും അത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല. രാത്രി ഇനി അടുത്ത ചപ്പാത്തി കുഴക്കൽ കാണും ആര്യന്റെ വക. എന്താണെങ്കിലും അങ്ങനെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് പ്രൊമോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതല്ല ഇവിടുത്തെ മെയിൻ ടോപ്പിക്ക്. നമ്മുടെ അനീഷ് ചേട്ടനിലേക്കും നമുക്ക് വരാം. അതിനു മുമ്പ് വേറൊരു കാര്യം, നമ്മുടെ അനിമോളുടെ പുറകെയാണ് ആര്യൻ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? എനിക്കിത് 2 ദിവസമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജിസയിൽ പോയതിന് ശേഷം ആര്യൻ ഏതെങ്കിലും കൊമ്പിക്കേറി ഇരിക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ അനിമോളുടെയും നമ്മുടെ ആദിലയുടെയും നൂറയുടെയും പുറകെ കിടന്നൊരു കറക്കമില്ലേ എന്നൊരു സംശയം. പ്രത്യേകിച്ച് അനിമോൾ ഇന്ന് ടാസ്കിന്റെ ഒക്കെ ഇടയ്ക്ക് അനിമോളുടെ കൂടെയാ നടക്കുന്ന മായാമോഹിനി. എന്തോ ഒരു എവിടെങ്കിലും കയറി അളിയന് സേഫ് ആയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഇവരുടെ പുറകെ. നേരത്തെ അങ്ങനെ അധികം അടുപ്പിക്കത്തില്ലല്ലോ, നേരത്തെ ജിസലൂട്ടി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും പോയി മിങ്കിൾ ചെയ്ത് ആര്യന്റെ ഗെയിം ആണെങ്കിൽ ആര്യൻ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, നല്ല ഗെയിമാണ്, അങ്ങനെ കളിക്കട്ടെ. കുറച്ച് വെറുപ്പൊക്കെ കുറഞ്ഞിട്ട് ചിലപ്പോൾ അനിമോളുടെയും ആദിലയുടെയും ഒക്കെ കുറച്ച് വോട്ട് ചിലപ്പോൾ കിട്ടി പോയേക്കാം, നമുക്കറിയത്തില്ല. ഓരോരുത്തരുടെ ഗെയിം ആണല്ലോ, ഇതൊരു ഗെയിം ഷോ ആണല്ലോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഇനി അനീഷേട്ടനെ പറ്റി സംസാരിക്കാം. സംസാരിക്കാനുള്ളത്, അനീഷേട്ടനെ ഒരുപാട് നെഗറ്റീവ് ആക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മെയിൻ പോയിന്റ് കൂടെ പറയണം. ഈ എൻ്റെ വീഡിയോ ചില ആൾക്കാർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മറ്റേ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മറ്റേ കൊളാബൊക്കെ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, കൊളാബൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാ. ഞാനൊരു പ്രേക്ഷകനാ, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ഫാനാണ് ഞാൻ. എനിക്ക് അനുമോളെ ഇഷ്ടമാണ്, അനീഷേട്ടനെ ഇഷ്ടമാണ്, ഷാനവാസിനെ ഇഷ്ടമാണ്, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ആരോടും മറ്റേ വ്യക്തിവിരോധമോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഗെയിമാണ്. ഇന്ന് ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന് അയാൾ കാണിക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നാളെ അയാൾ ചീത്തക്കാര്യം കാണിക്കുമ്പോൾ ഞാൻ അയാളെ മോശം പറഞ്ഞേ പറ്റുള്ളൂ. അല്ലാതെ അപ്പോഴും അയാളെ എടുത്ത് തല വെക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പറയുന്നത് നോർമലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പറയേണ്ട വന്ന് പോയേക്കുമായിരിക്കൂടെ. പക്ഷെ മാക്സിമം ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, ഞാൻ പോകും. അപ്പം അനീഷേട്ടൻ്റെ കേസിൽ ഞാനതാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ പുള്ളിയെ കല്ലെറിയുന്ന കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ കല്ലെറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കുറച്ച് മുമ്പ് നമ്മുടെ ലൈവിൽ കണ്ടതാണേ, ബിഗ് ബോസ് മറ്റേ മണി അടിച്ചു, സ്റ്റോർ റൂമിൽ സാധനം വന്നിട്ടുണ്ട്, എന്തുവാ മറ്റേ ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് ബിഗ് ബോസ് മണി അടിച്ചു. അപ്പോഴത്തേക്ക് അനീഷേട്ടൻ ഓടുന്നുണ്ട്, ആദിലെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ ആദ്യമേ അനീഷേട്ടൻ തന്നെ അകത്ത് കയറുന്നുണ്ട്, അതിലെ പുറകെ കയറുന്നു. കയറി കഴിഞ്ഞിട്ട് അനീഷേട്ടൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ബാറ്ററി ചേഞ്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ബാറ്ററി ചേഞ്ച് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പുള്ളി അടുത്ത ഡയലോഗ്, ബാറ്ററി മാറ്റാനുള്ള സമയമായി, എല്ലാവരും എത്രയും പെട്ടെന്ന് ബാറ്ററി ചേഞ്ച് ചെയ്യുക. ഇത് 2-3 തവണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദിലയെ കൊണ്ട് നിർത്തിക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കേസ്. അതായത് ആദില ക്യാപ്റ്റനായിട്ട് പോലും അനീഷേട്ടൻ സ്റ്റോർ റൂമിൽ പോകുന്ന നിർത്തിക്കാൻ ആദിലയ്ക്ക് പറ്റിയിട്ടില്ല. വേറെ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. പുള്ളിയെ എനിക്ക് തോന്നുന്നു ഒണിയിലോ ആരോ നിർത്തിച്ചിട്ടുണ്ടായാലോ ഒരാഴ്ച എങ്ങാണ്ട്. പക്ഷെ അതിനുശേഷം പുള്ളി വീണ്ടും ആ പരിപാടി ചെയ്യുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് ഇത് സ്ഥിരമായിട്ട് പുള്ളി ഈ പോകുന്നത് നിർത്തിക്കാൻ അവിടെ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ നല്ലൊരു ഗെയിമർ എന്ന് വിളിക്കും. പുള്ളി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗെയിം. പുള്ളി വെറുപ്പിക്കുക, നല്ല ഒന്നാന്തരമായിട്ട് വെറുപ്പിക്കുവല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ സീസൺ തുടങ്ങിയപ്പോൾ അനീഷേട്ടൻ്റെ ഈ വെറുപ്പീര് കണ്ട് ഏറ്റവും അധികം ദേഷ്യം വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നെ മനസ്സിലായി അത് പുള്ളിയുടെ ഗെയിമാ, പുള്ളി അങ്ങനെയേ കളിക്കൂ. അതിപ്പം 1ാമത്തെ ദിവസമാണെങ്കിലും 10ാമത്തെ ആണെങ്കിലും 50ാമത്തെ ആണെങ്കിലും 98ാമത്തെ ദിവസമാണെങ്കിലും പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിയുടെ ആ ഗെയിമാണ്. അത് ഇച്ചിരി ബോധമുള്ളവർക്ക് പിടികിട്ടും.
മനസ്സിലായില്ലേ? ഇനിയും അത് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആരാണോ അപ്പുറത്ത് നിൽക്കുന്ന അവരോട് നിങ്ങൾ ഫോൺ വിളിച്ച് പറ, മക്കളെ അതിലേ അല്ലെങ്കിൽ നൂറേ നിർത്തിക്ക്, ചേട്ടൻ്റെ പരിപാടി നിർത്തിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവര് പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അത് അവരെ കൊണ്ടത് പറ്റുന്നില്ല, അപ്പൊ അവരുടെ തോൽവിയാ അത്. അനീഷേട്ടൻ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കഴിവാ അത്. അങ്ങനെ എന്താ ആർക്കും കാണാൻ പറ്റാത്ത പുള്ളിയുടെ ഗെയിമാ അത്, വെറുപ്പീര് ഗെയിമാ പുള്ളിയുടെ. പിന്നെ പുള്ളി ചില സ്ഥലങ്ങളിൽ താഴത്തേക്കാണ്, അല്ലാതെ ഞാൻ പറയത്തില്ല എല്ലായിടത്തും അനീഷിനെ പൊക്കി എടുത്തുകൊണ്ട് നടക്കാനൊന്നും ഞാൻ ആരോടും ഏറ്റിട്ടില്ല. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഇന്നുമായിട്ട് നടക്കുന്ന ഈ ഒരു ടാസ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഡാൻസിങ് മാരത്തോൺ, ഇതിൽ ജോക്കർ മറ്റേ സിനിമയിലെ ആ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കുള്ളത്. പുള്ളി ആ ക്യാരക്ടറിൽ അത്ര ഗംഭീരമായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ളത് ഞാൻ പറയുക, എനിക്ക് അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്യുന്ന കണക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഈ ഒരു ഡാൻസിങ് മാരത്തോൺ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തതായിട്ട് എനിക്ക് 1-2 പേരെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരാളുടെ പേര് പറയാം, അനുമോൾ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറയും. അല്ലാതെ അപ്പോഴും അനീഷേട്ടൻ ഒന്നും ചെയ്യാതെ അനീഷേട്ടൻ കീ ജയ്, അനീഷേട്ടൻ സൂപ്പർ ആയിരുന്നു, അനീഷേട്ടൻ ആ ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു പറയാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളി ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ പുള്ളി ഗെയിമറാ. ഞാൻ അതാ നേരത്തെ പറഞ്ഞ എക്സാമ്പിള്. അതിലെ കൊണ്ടൊന്നും നിർത്തിക്കാൻ പറ്റുന്നില്ല. സ്റ്റോർ റൂമിൽ പോയി പുള്ളി കയറുന്ന പുള്ളി നോക്കാൻ പോകുന്നതൊന്നും പറ്റുന്നില്ല. അത് അവരുടെ തോൽവിയാ. പുള്ളി ചെയ്തുകൊണ്ടേ ഇരിക്കും, എത്ര പറഞ്ഞാലും പുള്ളി കേൾക്കത്തില്ല. അത് പുള്ളിയുടെ ഗെയിം. അതിനെ അങ്ങനെ ഒന്ന് കാണാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രമിക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഷാനവാസിനുണ്ട് ഗെയിം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസിന്റെ മാനിപ്പുലേഷൻ ഗെയിം അസാധ്യ മാനിപ്പുലേറ്ററാണ് ഷാനവാസ്. പട്ടിയെ ആടാക്കി കളയും ഷാനവാസ്, പിടികിട്ടിയില്ലേ? അതിനകത്ത് പോയി സ്ഥിരമായിട്ട് വീഴുന്ന 2 പേരാണ് ആദില, നൂറ. നൂറയ്ക്ക് പിന്നെ ഇച്ചിരി ബോധമൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനൊന്നും ഇരുന്ന് കൊടുക്കത്തില്ല. പക്ഷെ ആദില കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചിങ്ങനെ കയ്യും കെട്ടി വായും വിളിച്ചിങ്ങനെ ഇരിക്കും. ഷാനവാസ് എന്ത് പറഞ്ഞാലും അതിപ്പം നോമിനേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ആദില, നൂറ, അനിമോളുടെ പേരും പറയത്തില്ല, ഷാനവാസിന്റെ പേരും പറയത്തില്ല. അതാണ് അവരവിടെ സ്റ്റക്കായിപ്പോയി. അനീഷിനൊന്നും അങ്ങനെ, അനീഷൊക്കെ ഇൻഡിവിജ്വൽ ഗെയിമറാ, അതൊന്നും മനസ്സിലാക്ക്. അനിമോള് ഇൻഡിവിജ്വൽ ഗെയിമറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോൾ ഇൻഡിവിജ്വൽ ഗെയിമറാ. പക്ഷെ അനിമോളെ കൂടെ ആദില, നൂറ എന്തിനാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അനിമോളുടെ അപ്പുറം ഇപ്പുറം നിന്നാണ് കളിക്കുന്നത്. വൈ? അനിമോൾക്ക് ഇപ്പൊ അവരില്ലെങ്കിൽ അനിമോൾ കളിക്കും. ശൈത്യ പോയപ്പോൾ അനിമോൾ കളിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവർ പോകുമ്പോൾ അനിമോൾ അടുത്ത ആളെ പിടിക്കും. അനിമോൾ ഗെയിമറാ. ഷാനവാസ് എങ്ങനെ വേണമെങ്കിലും കൂട്ടിത്തല്ലി ഉണ്ടാക്കി പുള്ളി ചെയ്യും. അക്ബർ നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഈ പരദൂഷണം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെ, അതല്ലാതെ ഒരു ഗംഭീരമായിട്ടുള്ള ഗെയിമൊന്നും കാണാൻ പറ്റുന്നില്ല. ആര്യൻ ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ച് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ കളിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിയാം ഇപ്പൊ ടൂൺ എങ്ങോട്ട് പിടിച്ചാൽ എങ്ങോട്ട് പോകുന്നു. അനുമോളും ആദിലയും അവരുടെ ആ ഒരു സർക്കിളിൽ പോയി ചാടിയാ കളിക്കുന്നത്. പിടികിട്ടിയോ? ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രൊമോ വന്നത്, എന്തെങ്കിലും വഴക്കുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കുക, അതേ ഉള്ളു ലക്ഷ്മിക്ക്. ബ്രില്യൻ്റ് ആയിട്ട് കളിക്കാൻ അറിയത്തില്ല. പക്ഷെ ലക്ഷ്മിക്ക് പറ്റുന്നത് ലക്ഷ്മി ചെയ്യുന്നുണ്ട്, ലക്ഷ്മിയുടെ ഗെയിം കളിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അയാൾ തീരെ, ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലാതൊന്നും അല്ല, വലിയ മാന്യനൊന്നും അല്ല ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ആര്യൻ വന്ന് കുറേ ടൈം ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ആര്യൻ്റെ അത് ആര്യൻ്റെ ഗെയിമിനെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഗെയിം നല്ലതായിരിക്കാം. പക്ഷെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ട്. പിടികിട്ടിയില്ലേ? അപ്പം നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ പറയുന്നത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് അതേപോലെ അങ്ങോട്ട് യോജിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ യോജിച്ചാൽ തീർന്നില്ലേ അവിടെ? അല്ല, അങ്ങനെ പറ്റുമോ? നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും എല്ലാവർക്കും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കുന്നവർ കാണും ഞാൻ പറയുന്ന ആ ഒരു ഇതിൽ. പക്ഷെ ഞാൻ പറയുന്നതിനകത്തും തെറ്റുകൾ കാണൂടെ, ഉറപ്പായിട്ടും കാണും. നമ്മൾ ആരും അത്ര വലിയ ബ്രില്യൻ്റ് ആയിട്ട് അല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് മൊത്തം. ഇപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ അനീഷേട്ടൻ അവിടെ ഫ്രണ്ട് വന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.